PSC മാത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യം 2012 ജൂലൈ 24-ാം തീയതി മുതൽ 2013 ഒക്ടോബർ 5-ാം തീയതി വരെ എത്ര വർഷമുണ്ട് എന്നുള്ളതാണ്. ചോദ്യം ഒന്നുകൂടി പറയാം. 2012 ജൂലൈ 24-ാം തീയതി മുതൽ 2013 ഒക്ടോബർ 5-ാം തീയതി വരെ എത്ര വർഷമുണ്ട്? അപ്പോൾ നമുക്കതൊന്ന് ബോർഡിൽ എഴുതാം. 2012 ജൂലൈ 24-ാം തീയതി മുതൽ 2013 ഒക്ടോബർ 5-ാം തീയതി വരെ എത്ര വർഷമാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1/1/6, 1/1/5, 1/1/4, 1/1/3. അപ്പോൾ മൊത്തം വർഷത്തിൽ പറയുമ്പോൾ ഒരു വർഷവും പിന്നെ 1/6 അങ്ങനെയാണ്. അപ്പോൾ 1/1/6 വർഷമാണോ, 1/1/5 വർഷമാണോ, 1/1/4 വർഷമാണോ, 1/1/3 വർഷമാണോ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്ത് നോക്കേണ്ടത്? അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഒരു വർഷം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കണക്കാക്കാം. അപ്പോൾ 2012 ജൂലൈ 24 മുതൽ 2013 ഒക്ടോബർ 5 വരെ എന്നുള്ളത് മാറ്റി നമ്മൾ 2013 ജൂലൈ 24 എടുത്തു കഴിഞ്ഞാൽ 2012 ജൂലൈ 24 മുതൽ 2013 ജൂലൈ 24 വരെ നമുക്ക് ഒരു വർഷം കിട്ടി. അതായത് 365 ദിവസം കിട്ടി. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇനി ബാക്കിയുള്ള ദിവസങ്ങളാണ് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങൾ എങ്ങനെ നോക്കാം? അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങൾ നമുക്ക് കണക്കാക്കാം. അതിൽ ആദ്യത്തെ ജൂലൈ 24 അല്ലേ? അപ്പോൾ ജൂലൈ 24 ബാക്കി എത്ര ദിവസമുണ്ട്? 7 ദിവസമുണ്ട്. ജൂലൈ 31 24 നിന്ന് 31 7 ദിവസമുണ്ട്. അപ്പോൾ ജൂലൈയിലെ 7 ദിവസം. ഇനി അടുത്തത് ഏതാണ് വരിക? ഓഗസ്റ്റില് 31 ദിവസം. ഇനി അടുത്തത് സെപ്റ്റംബറിൽ 30 ദിവസം. ഇനി ഒക്ടോബറിൽ ബാക്കിയുള്ള 5 ദിവസം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി നോക്കാം. 7, 8, 10, 13, 1 ബാലൻസ് 1, 3, 3, 6, 1, 7, 73 ദിവസങ്ങൾ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ബാക്കി 73 ദിവസങ്ങൾ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 73 ദിവസങ്ങളാണ് ഈ പറയുന്ന 1/6 ആണോ, 1/5 ആണോ, 1/4 ആണോ, 1/3 ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 73 ദിവസം നമുക്ക് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അപ്പോൾ 73 ദിവസം കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് 73 ഡിവൈഡഡ് ബൈ 365 എന്നുള്ളതാണ്. അപ്പോൾ 73 ബൈ 365. അപ്പോൾ 365ന്റെ എത്ര ഭാഗമാണ് 73? നമുക്കൊന്ന് നോക്കാം. 73 ഇൻറ്റു 5 എത്ര കിട്ടും? 73 ഇൻറ്റു 10 എത്രയാണ്? 730 ആണ്. അപ്പോൾ 730ന്റെ പകുതി എത്രയായിരിക്കും? 365. അപ്പോൾ 73 ഇൻറ്റു 5 എത്രയാണ്? 365. അങ്ങനെയാണെങ്കിൽ 73 ബൈ 365 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 73 ബൈ 365 ഈസ് ഈക്വൽ ടു 1/5. 73 ഇൻറ്റു 5 ആണല്ലോ 365. അപ്പോൾ 365 73 5 തവണയുണ്ട്. അപ്പോൾ 73 ബൈ 365 1/5 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു വർഷം നമുക്ക് ഓൾറെഡി കിട്ടി. പിന്നെ അതിനോടൊപ്പം 1/5 കൂട്ടണം. അപ്പോൾ നമുക്ക് ഉത്തരം 1 and 1/5 ആണ് ശരി ഉത്തരം. 1 and 1/5 ആണ് ശരി ഉത്തരം. അപ്പോൾ നമുക്ക് ഇവിടെ ഇതാണ് ശരിയായ ഉത്തരം. 1 and 1/5. 1 and 1/5 എന്നാണ് ആൻസർ വരേണ്ടത്. അപ്പോൾ ഈ മെത്തേഡിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ശരി ഉത്തരം കണ്ടെത്താൻ കഴിയുള്ളൂ. 73 ബൈ 365, 73 ബൈ 365 നമുക്ക് 1/5 എന്ന് എഴുതാം. 365ൽ 73 5 തവണയുണ്ട്. അപ്പോൾ 1 + 1/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 and 1/5. അപ്പോൾ ഇതാണ് ഉത്തരം കിട്ടേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.